ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നൊരു ലോങ് വീഡിയോ. നമ്മളെങ്ങോട്ടാ പോകുന്നത്? ഇപ്പം സമയം എത്രയും 6 മണി ആയിട്ടുണ്ടാവും. ഒരു 6-6:10 ആയിട്ടുണ്ടാവും. ഞങ്ങളൊന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ അല്ലേ. വണ്ടി എടുക്കണം. ഹെൽമെറ്റൊക്കെ കയ്യിലുണ്ട്. എന്ത് ചായ കുടിക്കാൻ ഇറങ്ങിയല്ലേ? അതെ, ചായ കുടിക്കാനാണെങ്കിൽ കുറച്ച് നടന്നിട്ട് ചായ കുടിക്കുമ്പോൾ മോർണിംഗ് വാക്കായല്ലോ അല്ലേ. അങ്ങനെ തണുത്ത് നിറച്ചുകൊണ്ട് ഞങ്ങൾ പെട്രോൾ അടിക്കാൻ പോവാണ് ഗൈസ്. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും രാവിലെ എണീക്കുന്നത്. ഇത്രയും രാവിലെ എവിടെയെങ്കിലും പോകുന്നു അല്ലേടാ. തണുപ്പുള്ളത്, ഇത്ര തണുപ്പുള്ളത് ഇവൻ അറിയെങ്കിലും വരൂലേ. പോക്കാക്കെ സംഭവം നല്ല രസമുണ്ട് കേട്ടോ രാവിലെ ഇങ്ങനെ പോവാൻ. ഇത് നമുക്ക് സ്ഥിരമാക്കിയാലോ? രാവിലെ എണീറ്റാണ് എന്താ വണ്ടി നല്ല രസമുണ്ട്. പോയി ശീലമായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ ഗൈസ്. വണ്ടി തിരിച്ചു വിടുകയാണ് ഗൈസ് ഞങ്ങൾ. എന്തിനെന്നറിയോ? എന്താ ആ കാണുന്ന, അയ്യോ നല്ല ഇടുവോ, ഈ കാണുന്ന മിററിൽ ഞങ്ങളെ കാണുന്ന അയ്യോ ഗൈസ്. എന്താ തണുക്കുന്നുണ്ടോ? എന്നാ വിട് വണ്ടി അങ്ങോട്ട്. നിങ്ങൾ പോയിട്ട് വരാം. എന്താ പോത്തില്ലേ? ഇല്ലേ വേലിയേറ്റല്ലേ ഗൈസ്. ഞങ്ങൾ എടക്കാട് എൻട്രൻസിലുള്ള, പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇറങ്ങാൻ കയറിയപ്പോൾ മൊത്തം ചളി. അതുകൊണ്ട് മുഴപ്പിലങ്ങാട് സൈഡിലേക്ക് പോവാം അല്ലേ. ഇവിടെ പോണം. ഇറങ്ങി നോക്കാം. 2 തോണി. ഇവിടെ നമ്മൾ ഈവനിങ് ഉണ്ടല്ലോ, ഈവനിങ് വൈബ് ആസ്വദിക്കാൻ വരുന്നതിനേക്കാൾ നല്ലത് രാവിലെ വരുന്നതായിരിക്കും. കാരണം ആ ഒരു വൈബ് ഉണ്ടല്ലോ രാവിലത്തെ അടിപൊളി. അപ്പം നമുക്ക് മോർണിംഗ് വാക്കിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ടുള്ളത് ഇവിടെ അല്ലേ. ഇന്ന് ആദ്യമായിട്ട് ഒരു ദിവസം രാവിലെ എണീച്ചായി പറയുന്ന ആളോ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഈ അങ്ങത്തോളം നടന്നിട്ട് ഇങ്ങോട്ടും നടക്കാം. ഞാൻ നടക്കും, പക്ഷെ നീ നടക്കൂല. നീ ഒരു മടിയനാ, മലമടിയൻ. എവിടം വരാന്നറിയാ? നമുക്ക് അയാളോട് സൈക്കിൾ വാങ്ങിയിട്ട് ഓടിച്ചാലും. അയാളിന്റെ കാരണമല്ലേ ചോദിച്ച പാട് സൈക്കിൾ ഇറങ്ങി. എനിക്ക് ഒരു മിനിറ്റ്, അയാൾക്ക് തരുന്ന എന്താ അഹങ്കാരിയാണോ? നമുക്കൊരു സൈക്കിൾ വാങ്ങിയാലോ? ശരിയാ,
നമുക്കൊരു സൈക്കിൾ വാങ്ങിയാലോ? നമുക്കിവിടെ ഇത്രയും സ്ഥലമുണ്ട് ഓടിച്ച് കളിക്കാൻ. നല്ല റോഡുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. നീല്ലേ ആദ്യം നമ്മൾക്ക് നടക്കാം. എവിടെയാ നടക്കണ്ടെന്നറിയാം? അവിടെയല്ല, ബീച്ചിൽ വിട്ടത് അവിടം വരെ നടക്കുക. അതെ, ഞാൻ റെഡിയാ. 2 കിലോമീറ്റർ എത്രയോ കിലോമീറ്റർ ഉണ്ട്. ഞാൻ നടക്കും. നീ മടിയനായതുകൊണ്ടാണ് നമ്മൾ പകുതി വെച്ച് കയറി. കടവത്തൊരു തോണിയിരിപ്പുണ്ടേ, ആ തോണിയില് കാറ്റില്ലല്ലോ, കരയില്ലല്ലോ. പാട്ടറിയില്ലേ? പാടാൻ നിൽക്കരുത്. ഈ കടലൊക്കെ കാണുമ്പോൾ പാടാത്തവരെ പാടിപ്പോവും. അയാൾ തുഴഞ്ഞു പോകുന്നുണ്ട് തോണിയിൽ. നമ്മളെ കൂടി കയറ്റിണ്ടാവുമോ? ഇല്ല, ഞാൻ ഒരിക്കലും രാവിലെ എണീക്കൂല. ഒരിക്കലും എണീക്കൂല. പറവ പാറി വന്നു, പാറമേലിരുന്നു, പറവ പാറിപ്പോയി. എന്താ സംഭവം? സ്നേഹ ലവേഴ്സ് ആണെന്ന് തോന്നുന്നു. അന്നെ കുറച്ച് ദൂരെ നടക്കണം. ഇതേ ഒരുത്തെ ഇപ്പൊ എടുത്ത ഫോട്ടോ ചൂടോടുകൂടി ഫേസ്ബുക്കിലൊക്കെ ഇടുന്നു. ഗൈസ്, ഇതാ തെങ്ങിന്റെ മുകളിലൊരു ബലൂൺ. പോവല്ലേ ഇവിടുന്ന്? ഞങ്ങള് മുഴുപ്പിലങ്ങാട് നിന്ന് എൻട്രൻസ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നാണ്. ചായ എന്താ വേണ്ടത്? എനിക്ക് ഇഡ്ഡലി. 2 വട, 1 ഇഡ്ഡലി. അതെ, എനിക്ക് എത്ര ഇഡ്ഡലിയാ? 2 മതി. കോഫി ഇല്ലേ? 3ാമത്തെ ഇഡ്ഡലി. ഇത് വേണോ വേണ്ടിയോ ഒന്നും എനിക്കറിയില്ല. വെറുതെ കഴിക്കാന്ന് വിചാരിച്ചു. ഇവൻ്റെ അടുത്ത ദോശ ഉറക്ക് വന്നിട്ട് ഒരു രക്ഷയില്ല. നല്ല കറക്കുന്ന പോലെ. താങ്കളുടെ കയ്യിൽ എന്താണ്? പാർസല്. വീട്ടിൽ പോയി മുഴപ്പിലങ്ങാട് ബീച്ച്, അങ്ങോട്ട് ഗീത ഹോട്ടല്, ഇങ്ങോട്ട്. ഉറക്ക് വന്നിട്ടൊരു രക്ഷയില്ല. ഞങ്ങൾ 2 ആളും ഇന്നലെ ഉറങ്ങിയിട്ടില്ല. തലയൊക്കെ കറങ്ങുന്നു. ഇനി നേരെ പോയി കിടന്നുറങ്ങും അല്ലേ? പോട്ടെ. അങ്ങനെ ഞങ്ങൾ പുഴക്കരയ്ക്ക് എത്തി. ബീച്ചിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച്, അല്ല ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ച് നേരെ പുഴക്കരയ്ക്ക് ഇറങ്ങി. ഇത് ഞങ്ങൾ എപ്പോഴും വണ്ടി നിർത്തിയിട്ട് കഥ പറയാൻ നിൽക്കുന്ന സ്ഥലം. അത് ഇവിടെ തന്നെ വണ്ടി നിർത്തി പുഴയിലിടുക. ഏതോ അലവലാദികൾ ഇവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പ്ലാസ്റ്റിക് ഇട്ടിക്കും. ഇത്ര രാവിലെ ഞാൻ ബീച്ചിൽ പോയിട്ട് തുടങ്ങിയോ
ഇത്ര രാവിലെ ഞാൻ ബീച്ചിൽ പോയിട്ട് ഇവനെ എനിക്കൊരു ഫോട്ടോ എടുത്തു തന്നില്ല. ഇവന് ഞാൻ എടുത്തു കൊടുത്തു. ഇവനെ ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിയിട്ട് മേലേക്ക് ഇങ്ങനെ വേഗം പറഞ്ഞ് നോക്കിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്തു കൊടുത്തു. എനിക്ക് ഒരൊറ്റ ഫോട്ടോ പോലും എടുത്തു തന്നില്ല. എന്താ എടുത്തു തരാഞ്ഞേ? ആ ഇപ്പൊ എടുത്തു തരണോ? പുഴക്കരയുന്നു. ആ ബീച്ചിലെ ഫോട്ടോ എനിക്ക് ഇഷ്ടമായില്ല നീ എടുത്തത്. എനിക്ക് തീരെ ഇഷ്ടമായില്ല. നോക്കൂ ഇത് നോക്കൂ ഗൈസ്, അതെന്ത് ഫോട്ടോ ഈ എടുത്ത് വെച്ച്? അത് തിരിഞ്ഞു നിൽക്കുന്നതല്ല, എൻ്റെ മുഖം കാണണം, ഇങ്ങനെ കാണണം. ഈ വീഡിയോ ഒന്ന് ഫോട്ടോ ആക്കി തന്നെ വേണ്ട നീ മുടി എന്താക്കി വെച്ചതാ? നല്ല കാറ്റൊക്കെ കേട്ടോ, നല്ല രസമുണ്ട്, ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ രാവിലെ എണീച്ച് പോവാൻ അടിപൊളിയാണ്. പണ്ട് ഞാനിങ്ങനെ വിചാരിക്കാനും വീട്ടിൽ നിന്ന് എന്തിനാ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്, രാവിലെയൊക്കെ എണീച്ച് ആ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് നേരം ഇങ്ങനെ പോയി ഇരുന്നിട്ടൊക്കെ കിടന്നുറങ്ങണമെന്ന്. പക്ഷെ ഇതുവരെ എനിക്കത് മാറ്റാൻ പറ്റിയിട്ടില്ല. സംഭവം ഇവൻ്റെ നാട് അടിപൊളിയാട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റൂല. അടിപൊളി എന്താ ബീച്ചുണ്ട്, ഇതുപോലെ പുഴയുണ്ട്, പുഴക്കരയുണ്ട്, കുറേ അടിപൊളി സ്പോട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് സത്യത്തിൽ ഞങ്ങളിതുപോലെ ഈവനിങ് ഇറങ്ങല്, പക്ഷെ ഇന്ന് ആദ്യമായിട്ട് രാവിലെ ഇറങ്ങിയവരാണ്. ഇതിൻ്റെ ഒരു അല്ല ഇവൻ പണ്ടേ ഇറങ്ങലുള്ളതാണ്, ഞാൻ ആദ്യമായിട്ടാണല്ലോ രാവിലെ ഇറങ്ങുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും എനിക്ക് മനസ്സിലായിട്ടോ. രാവിലത്തെ വൈബ് അതൊന്നും വേറെ തന്നെ. ക്യാമറ ഒക്കെ ഞാനങ്ങനെ പിടിച്ച് എനിക്കന്ന് ഉറപ്പും വരുന്നു. ഈ മുടി എന്താ അങ്ങനെ ഈ സ്ഥലം ഏതാന്ന് മനസ്സിലായി എനിക്ക്. ഈ ഫ്രെയിം ഞാൻ കാണിച്ചു തരാം. ഈ ഫ്രെയിമില്ലേ, ഈ ഫ്രെയിമാണ് ഇത്. ഇങ്ങനെ സൂര്യനെ കാണും അല്ലേ? പിന്നെ ഇത് ബീച്ച്, ഇത് നമ്മളെ കുഴപ്പമില്ല ബീച്ച്. വേറൊരു സാധനം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നടക്ക് ഇവിടെ നടക്ക് അടുപ്പ് ഇതുണ്ടോ? ഇതിൻ്റെ ആ പാലത്തിൻ്റെ ആടെ ഇല്ലേ വെള്ളം നിറഞ്ഞ സമയത്താണ് ഇത്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എടുത്തത്. ഇതുപോലെ ഒരുപാട് സ്ഥലമുണ്ട്. ആ ഓരോരോ വീഡിയോയിലായിട്ട് കാണിച്ചു തരാം കേട്ടോ. രാത്രി വരുന്നോണ്ട് തിരിയായിട്ടാ. ഇതാണ് നമ്മൾ പകല് മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സ്ഥലം. ഇപ്പം ഇറങ്ങുന്നില്ല. എന്താ കഴിഞ്ഞ ദിവസം വന്നിട്ട് നമ്മൾ ആടിയില്ല ഇറങ്ങി. ആ ഇപ്പം ഇറങ്ങണ്ട, നടക്ക്. ഇറങ്ങിയിട്ട് കാര്യം ചെയ്യാലോ, എന്നാ പിന്നെ ഉറക്കു പോകും. ഇപ്പം ഏകദേശം 8 മണി. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞങ്ങൾ രാവിലെ ഇറങ്ങുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ എടുക്കാൻ. ബൈ.